Hi traders, welcome back to our day 6th of 50k futures profirm evaluation. നമ്മുടെ 6th ഡേ ആണ് 50kന്റെ profirm evaluation. ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നതെല്ലാം ലണ്ടന്റെ മാർക്കറ്റ് ആണ്. അപ്പോൾ ഞാൻ ലണ്ടൻ അങ്ങനെ ട്രേഡ് ചെയ്യാറില്ല. ലണ്ടൻ ട്രേഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ്. സോ ഐ ഡോണ്ട് നോ ഹൗ ദ ലണ്ടൻ മച്ച് ബെറ്റർ ഇൻ എൻക്യൂവിൽ അത്രത്തോളം നല്ലതാണ് ലണ്ടൻ എന്ന് എനിക്കറിയില്ല. ബട്ട് ഡൈവ് ഇൻ ടു ദ മാർക്കറ്റ് അനാലിസിസ് ക്വിക്ക്ലി നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ 5th ഡേ നമ്മൾ നോക്കിയ പ്രകാരം ഇന്റർണലി പ്രൈസ് ട്രേഡ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എനിക്കിവിടെ ഒരു കീ ലെവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് 4 ഹവറിന്റെ. അപ്പോൾ ഒരു ഇന്റർണൽ സ്ലൈറ്റ് ഒരു ബെയറിഷ് റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സെല്ല് പോകാനായിട്ട് എനിക്കൊരു ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല. അതൊരു ചലഞ്ചിങ് ആണ്. ബട്ട് സ്റ്റിൽ എന്നിരുന്നാലും ഞാനൊരു സെൽ സ്റ്റോപ്പ് ഈ ഒരു ട്രേഡ് എനിക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആണെന്ന് തോന്നുന്നു. കാരണം ലണ്ടനിലാണ് ഇതൊരു കീ വിൻഡോ ആണ്. നമുക്ക് ലണ്ടൻ ടൈം ആണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ടുക്ക് എ ട്രേഡ് ഇൻ ഷോർട്ട് ഓൺ എൻക്യൂ. അപ്പോൾ ഞാൻ ഇതിലൊരു 1:2 എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ട്രേഡാണ്. നമുക്ക് 50 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് 50 മിനിറ്റിൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് റെസ്പെക്ട് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഒരു സെൽ സ്റ്റോപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇനി എന്തായാലും ഞാനൊരു 4 യൂണിറ്റ്സ് ഞാൻ സെല്ലാണ്. 4 യൂണിറ്റ്സ് ഞാൻ സെൽ സ്റ്റോപ്പ് ഞാൻ ആഡ് ചെയ്യാണ്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. സോ ലെറ്റ്സ് സെൽ ഇറ്റ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ സെൽ സ്റ്റോപ്പ് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇതെന്റെ ഫസ്റ്റ് ലണ്ടൻ ട്രേഡ് ആണ് എൻക്യൂയിൽ. ലണ്ടൻ എങ്ങനെയാണ് ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റും കൂടെ ആണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ന്യൂയോർക്കിലായിരുന്നു ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ലണ്ടൻ ഞാൻ ആദ്യമായിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ലണ്ടൻ സെഷൻ ഇൻ എൻക്യൂ. പിന്നെ ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ളായിരുന്ന റീസൺ എന്ന് പറയുന്നതും ക്ലാസി സെറ്റപ്പ് ആണ്. ഏഷ്യ ഹൈ സ്വീപ്പ് ചെയ്തു, ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. ടൈം ബേസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എൻ്റർ ആയത്. ഇതിൽ ഞാൻ റിസ്ക് ചെയ്തേക്കുന്നത് നിയർലി 0.5 മുകളിലുള്ള പെർസെൻറ്റേജ് ആണ് ഞാൻ റിസ്ക് ചെയ്തേക്കുന്നത്. ടാർഗറ്റിംഗ് ഏഷ്യ ലോ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ട്രേഡ് എക്സിറ്റ് ചെയ്യുന്ന രീതിയിലാണ് 1:2 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 4 മൈക്രോസ് ആണ് ഞാൻ അവിടെ കോൺട്രാക്ട്സ് ഞാൻ സെൽ ഓഫ് ചെയ്തേക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈം വിൻഡോ കറക്റ്റ് ആണ്. ആ ഒരു ലണ്ടൻ്റെ ടൈം വിൻഡോയിൽ തന്നെയാണ് ഞാൻ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. ലോ ടൈം ഫ്രെയിം ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും നോക്കാം, ഈവൻ വിൻ ഓർ ലോസ്. ഇപ്പോൾ ഇനി എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ മാർക്കറ്റിന് വേണ്ടിയിട്ട് കൊടുക്കാം. ഹൗ ദിസ് മാർക്കറ്റ് ഈസ് പെർഫോമിംഗ് ഇൻ ലണ്ടൻ മാർക്കറ്റ്. ട്രേഡ് ഈസ് നൗ മോഡിഫൈഡ് ഇൻ ടു ബ്രേക്ക് ഈവൻ. സോ ഇനി നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ട്രേഡ് കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ആണ്. എൻ്റെ ഫസ്റ്റ് ലണ്ടൻ സെഷൻ ട്രേഡ് ആണ്. പിന്നെ ഈ പറയുന്ന ബയാസ് ആ ഒരു ബെയറിഷ് ആയതുകൊണ്ടും കൂടാണ് ഞാൻ ആ ഒരു സെല്ല് കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സെല്ലിംഗ് റിയാക്ഷൻ തന്നെ നന്നായിട്ട് അഗ്രസീവായിട്ട് തരുന്നുണ്ട്. കാരണം ആ സെല്ലിംഗ് നന്നായിട്ട് പ്രഷർ വരുന്നുണ്ട്. ബൈ സൈഡിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഇനിമേ എന്തായാലും നമുക്ക് ഇത് നമ്മുടെ എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് എന്തായാലും റിസ്ക് ഫ്രീ ട്രേഡ് ആണ്. നമ്മുടെ 6th ഡേ ആണ്. എന്തായാലും നമ്മൾ ലോസ് ആയിരുന്നു. അത് നമുക്ക് ഇമോഷണൽ അല്ല, അത് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള ട്രേഡാണ്. അൺവാണ്ടഡ് ട്രേഡ്സിൽ അൺവാണ്ടഡ് ലോസസ് ഹാപ്പൻഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആക്ച്വലി ഞാൻ ലണ്ടൻ ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്തതല്ല ശരിക്കും പറഞ്ഞത്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മേ ബി നിങ്ങൾക്ക് പാസ്റ്റ് കഴിഞ്ഞ 5 വീഡിയോസുകളൊക്കെ കണ്ട് 5 ദിവസത്തെ വീഡിയോസുകളും അതിൽ ഞാൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തതെന്നും ഈ ഒരു ഡേ ഞാൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തതിൽ നല്ല രീതിയിൽ ഡിഫറൻസും അറിയാൻ പറ്റും. കാരണം ഇത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് എൻക്യൂവിൻ്റെ ചാർട്ട് നോക്കി അപ്പോഴത്തേനും എനിക്ക് കറക്റ്റായിട്ട് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. ഏഷ്യ ഹൈ ടേക്ക് ഔട്ട് ചെയ്തു ലണ്ടൻ ബിഫോർ ആയിട്ട്. കറക്റ്റ് എനിക്ക് ആ ഒരു ടൈം ബേസിൽ തന്നെ എനിക്ക് ആ ഒരു ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് തോന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ പറയുന്ന റെക്കോർഡിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ മൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം ഭയങ്കരമായിട്ട് സെറ്റായി. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കത് കാണണമല്ലോ, ലൈവ് എക്സിക്യൂഷൻ കാണണം. അതുവേണ്ടിയിട്ട് ഞാൻ ആ ഒരു ലൈവ് റെക്കോർഡ് ആക്ടിവേറ്റ് ആക്കിക്കൊണ്ടാണ് ഞാൻ ആ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് ഞാൻ എൻ്റർ ആയത്. സോ അതുകൊണ്ടാണ്. അപ്പോൾ ലണ്ടൻ ഞാൻ പ്ലാൻ ചെയ്ത ട്രേഡ് അല്ല, ന്യൂയോർക്കാണ് ഞാൻ നോർമലി ഇരിക്കാറ്. ബട്ട് ടുഡേ വി ഗോട്ട് എ ലണ്ടൻ ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള POE എന്നാണ് എനിക്ക് ആ ട്രേഡ് വന്നത്. ദാറ്റ്സ് വൈ ഐ ടുക്ക്. ഇനി എന്തായാലും ട്രേഡ് പ്ലേ ആവട്ടെ. ലണ്ടൻ ട്രേഡ് ബ്രേക്ക് ഇവൻ അടിക്കുമോ? ഇത്
ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്തേക്കാണ്. ബ്രേക്ക് ഇവൻ അടിച്ചിട്ട് നേരെ ടാർഗറ്റിലേക്ക് പോകുമോ? 50 മിനിറ്റിലേക്ക് ഒന്ന് നോക്കാം എന്താണ് സംഭവിച്ചത്. യെസ്, 50 മിനിറ്റ് ക്വൈറ്റ് നോട്ട് ഗുഡ്. 50 മിനിറ്റിൽ നല്ലൊരു ക്യാൻഡിലാണല്ലോ. അതിനുശേഷം അടുത്ത 50 മിനിറ്റും ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നല്ലൊരു ബുള്ളിഷിലേക്കാണ് പോകുന്നത്. 95%ഉം സാധ്യത ബ്രേക്ക് ഇവൻ അടിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്നൊരു ഡിമാൻഡിൽ നിന്നായിരുന്നു, ഈ പറയുന്ന ഓർഡർ ബ്ലോക്ക് പ്രൈസ് ലെവലിൽ നിന്നായിരുന്നു മാർക്കറ്റ് പോയത്. സോ ഹിയർ നല്ല രീതിയിൽ റിജക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്തായാലും ഓൾറെഡി നമ്മൾ ലണ്ടൻ ട്രേഡ് എടുത്തുകൊണ്ട് നമ്മൾ ആ ട്രേഡിനെ സേഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവൻ സ്റ്റോപ്പ് അടിക്കുകയാണെങ്കിലും തിരിച്ച് അടിച്ച് കയറുവാണെങ്കിലും നമ്മൾ ബ്രേക്ക് ഇവൻ ട്രേഡ് ക്ലോസ് ആവും. ദെൻ വി വിൽ സിറ്റ് അഗെയിൻ ന്യൂയോർക്ക് സെഷൻ. ന്യൂയോർക്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിൽ ഒരു ട്രേഡും കൂടി എടുക്കാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എന്തായാലും ആ ഒരു $322 ഞാൻ ഇവിടെ സേഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ സേഫ് ട്രേഡാണ് റൺ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളത്. അതന്നെ പരിപാടിയാണ് കാണിച്ചേ. നമ്മുടെ TPന്റെ അറ്റത്തെത്തിയിട്ട് തിരിച്ച് റിവേഴ്സ് കയറുന്നതാണല്ലോ. കറക്റ്റ് ലണ്ടൻ്റെ ആ ഒരു ഫസ്റ്റ് 1 hour സ്വീപ്പ് ചെയ്തിട്ട് കയറിപ്പോകുന്ന പോക്കാണ്. മിക്കവാറും ഇത് ബ്രേക്ക് അടിക്കുമോ ഇങ്ങനെ പോവുകയാണെങ്കിൽ? പ്രൈവറ്റ് നല്ല റിജക്ഷൻ ക്യാൻഡിലാണ്, നല്ല കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്യാൻഡിലാണ് കാണുന്നത്. 50 മിനിറ്റ് പ്രശ്നമാണ്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ബ്രേക്ക് അടിക്കാനുള്ള സാധ്യത ഹൈ ആയിരിക്കും. ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, ആ ഒരു സ്വിംഗ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാതിരിക്കുക. പക്ഷെ തൂക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. കാരണം നിയർ ജസ്റ്റ് മിസ്സിങ് ആണ്. നമുക്ക് ആ ഒരു TP ആയിട്ട് വലിയ അകലമൊന്നും ഇല്ല. നമുക്കിവിടെ 98 ആണ് പ്രൈസ് ഒന്ന് റെസ്പെക്ട് ചെയ്തത്. എൻ്റെ TP വന്നേക്കുന്നത് 96-ലാണ്. ജസ്റ്റ് ഒരു 2 പോയിന്റിന്റെ ഡിഫറൻസിലാണ് ആ ഒരു TP മിസ്സായിരിക്കുന്നത്. നമുക്ക് ഇതുവരെ നോക്കാം, ഇത് ഫോളാവോ ഇല്ലയോ എന്ന് നോക്കാം നമുക്ക്. $5.15 ന്യൂയോർക്ക് ടൈം. എൻട്രി വന്നത് 3.5-നായിരുന്നു എൻട്രി എടുത്തത്. ഇപ്പോൾ എൻട്രി എടുത്തിട്ട് ഓൾമോസ്റ്റ് 2 hours മുകളിലോട്ടായിട്ടുണ്ട്. കാരണം ഇതുവരെ എടുത്തിട്ടുള്ള ഒരു ലാസ്റ്റ് 5 days ട്രേഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ എടുത്തിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ട്രേഡാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 hour and 1.5 hour അത് മതി എനിക്ക് എൻ്റെ റിസൾട്ടിലേക്ക്. ഈവൻ TP ഓർ SL എനിക്ക് ആ ഒരു മാക്സിമം ഒരു ട്രേഡ് ഡ്യൂറേഷൻ അത് മതി. ഒരു 1.5 hour ഒരു 1 hour ഫുൾ ക്യാൻഡിൽ, ഒരു 30 minute ക്യാൻഡിലും എനിക്ക് മതി. 50 minute ക്യാൻഡിൽ കൊണ്ട് എനിക്ക് എൻ്റെ പരിപാടി കഴിയും. അത് പക്ഷേ എടുത്തുകൊണ്ടിരുന്നതെല്ലാം ന്യൂയോർക്ക് സമയത്തായിരുന്നു. പക്ഷേ ഇതാണ് എൻ്റെ ഫസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലണ്ടൻ ട്രേഡാണ്, ലണ്ടൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ട്രേഡാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് കാണുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് എന്നെക്കാട്ടിലും കുറച്ചുകൂടെ വോളിയം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ പമ്പിങ് ഒക്കെ വരുന്നത് ന്യൂയോർക്കാണ്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ആ സെറ്റപ്പ് കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. പ്രോപ്പറായിട്ട് എക്സിക്യൂഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. കറക്റ്റ് ആ ഒരു 3.5 ഞാൻ ക്യാൻഡിലിന് സ്റ്റോപ്പ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്തു, ട്രിഗർ ആയി. ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ആ ഒരു TP അടിക്കുന്നതിന് ജസ്റ്റ് 2 പോയിന്റിന് ഡിഫറൻസോളം പ്രൈസ് എത്തി. എന്നിട്ട് അവിടുന്ന് തിരിച്ച് റിയാക്ട് ചെയ്ത് തിരിച്ച് കയറിപ്പോയി അപ്സൈഡിലേക്ക്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ ഇപ്പം നിൽക്കുന്ന പ്രൈസിൽ നിന്ന് താഴേക്ക് റിവേഴ്സ് ആവാം, അതല്ല നേരെ എൻ്റെ ബ്രേക്ക് ഇവൻ കളക്ട് ചെയ്തതിന് ശേഷം പ്രൈസ് ബ്രേക്ക് ഇവനിലേക്ക് ഒന്നുകൂടെ ഒന്ന് കയറിയതിന് ശേഷം പ്രൈസിന് നല്ല രീതിയിൽ ഫോളോ ചെയ്യാനുള്ള ലിക്വിഡിറ്റി ഇവിടെ ചെന്നായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ദാറ്റ് ക്യാൻ ബി ഓൾസോ ഹാപ്പൻ. നല്ല രീതിയിലുള്ള പ്രൈസ് ഡെലിവറീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു ഹൈയിൽ കംപ്ലീറ്റ് ടേക്ക് ഓർഡേഴ്സ് എല്ലാം എടുത്തിട്ട് പ്രൈസിന് താഴേക്ക് നല്ലൊരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രേക്ക് ഇവൻ എടുത്തിട്ടും താഴേക്ക് പോകാം, അതല്ലെങ്കിൽ സ്റ്റിൽ കണ്ടിന്യൂഷൻസ് റൺ ചെയ്യാം. അപ്പം ഇനി എന്തായാലും ഇനിയും വെയിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഒരുപാട് ടൈം ആയിട്ടുണ്ട്.
കൊതിപ്പിച്ചിട്ട് കടന്നു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് മോർ ദാൻ 3 അവേഴ്സിന് മുകളിലായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ഇപ്പം അടിക്കും ഒന്നുകിൽ ബ്രേക്ക് ഈവൻ അല്ലെ TP എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അഗെയിൻ ഇറ്റ്സ് ഹാപ്പനിങ് ട്രൈങ് ടു ഹിറ്റ് ദ ബ്രേക്ക് ഈവൻ. അപ്പോൾ ഇതിന്ന് ഒരു കാര്യം മനസ്സിലായി, ലണ്ടനിൽ ട്രേഡ് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു സോൺ നന്നായിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഈ സോൺ റെസ്പെക്ട് ചെയ്തു നല്ലതായിട്ട്, കാരണം ഈ സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മോർ ദാൻ എങ്ങനെ നോക്കിയാലും ഒരു 3 അവേഴ്സ് 2.5 അവേഴ്സ് ആൻഡ് കറന്റ് റണ്ണിങ് 3 അവേഴ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഞാൻ ട്രേഡ് എടുത്തിട്ട് 3 അവേഴ്സ് 15 മിനിറ്റ്സ്, വൺ ഓഫ് ദ ഹയസ്റ്റ് റെക്കോർഡ് ഇൻ മൈ ട്രേഡിംഗ് ഡേ. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ലണ്ടനിൽ NQ അത്ര നല്ലതല്ല, കാരണം വോളിയം കുറവാണ്. ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന പോലെ ലണ്ടൻ മാർക്കറ്റ് ഫോറക്സിന് ഓക്കെ ആയിരിക്കും, പക്ഷെ NQന് ഫ്യൂച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് NQ അത്ര ഓക്കെ അല്ല. അതെനിക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ട്. നെക്സ്റ്റ് കമ്മിങ് ഡേയ്സ് ലണ്ടൻ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുക, ന്യൂയോർക്ക് സിംഗിൾ സെഷൻ സിംഗിൾ പെയർ. അപ്പൊ ന്യൂയോർക്ക് സെറ്റപ്പുകൾ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്രയും മണിക്കൂറുകൾ റെക്കോർഡിങ്സ് പോവാണ്, എനിക്ക് വേറെ സ്ക്രീനിലേക്ക് ഒന്നും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലേക്ക് ഞാൻ ഇട്ടേക്കാണ്. നമുക്ക് എന്തായാലും നോക്കാം, കൊതിപ്പിച്ചിട്ട് കടന്നു കളയോ അത് അവസാനം നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് കോസ്റ്റ് ടു കോസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കുമോ എന്നുള്ളത് നോക്കാം. പിന്നെ എന്തായാലും പ്രോസസ്സിന്റെ ഒരു എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പോകാനൊന്നുമില്ല, കിട്ടാനേ ഉള്ളൂ നമുക്കിതിൽ. ബ്രേക്ക് ഈവൻ ആണല്ലോ. ഫൈനലി വി ഹിറ്റ് അവർ ബ്രേക്ക് ഈവൻ, നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പോൾ ഇത്രയും മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തത് അതിന്റെ റിസൾട്ട് കിട്ടി. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പ്ലാറ്റ്ഫോം ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം, എന്താണ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ. അതിൽ എക്സാക്ട് ആ ഒരു ട്രേഡിന്റെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ എന്താ പറയുക. 6 ട്രേഡിംഗ് ഡേ വി ഗോട്ട് $7.5 പ്രോഫിറ്റ്. നമ്മളെ ബ്രേക്ക് ഈവനിൽ നമുക്ക് കിട്ടിയ ലാഭമാണ്. ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമുക്കിവിടെ റിഫ്ലക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആവറേജ് ആ ഒരു ട്രേഡ് ടൈം മിനിറ്റ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാണ് ഈ ഒരു SL TP ഒക്കെ അടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ ലോസ് ആവുന്ന ട്രേഡ് ആണെങ്കിലും 3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് SL അടിക്കുന്നുണ്ട്. ഈവൻ അതിനുശേഷം പിന്നെ വിൻസ് ഒക്കെ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് നമുക്ക് അടിക്കുന്നത്. കാരണം 50 മിനിറ്റ് എൻട്രി ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം എടുക്കും. ദാറ്റ്സ് വൈ. അപ്പോൾ ഇനി എന്തായാലും നമുക്കിനിയും അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് 1542 ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു 1% റിസ്ക് എടുക്കുകയാണെങ്കിൽ വെറും 3 ട്രേഡ്സ് മതി. കാരണം ആ 3 ട്രേഡ്സ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ 2 വീക്സ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ആദ്യത്തെ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്കിലേക്കാണ്. ഇപ്പോൾ ലാസ്റ്റ് 22 നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു, ബ്ലാങ്ക് ആണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നാളെ നമ്മുടെ മന്തിന്റെ ലാസ്റ്റും കൂടെ ആണ്, പുതിയ മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്കിനി ഡ്രോ ഡൗണും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, കാരണം ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. കാരണം ട്രെയിലിംഗ് ആണ്. കാരണം $2,000 വെച്ചിട്ട് ഇങ്ങനെ ബഫർ കയറി പോകും. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വെച്ചിട്ട് അതിങ്ങനെ സ്കെയിൽ ചെയ്ത് പോകും. മാക്സ് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് $2,000 ആണ്. അപ്പോൾ ഇനി എനിക്ക് മിനിമം ബാലൻസ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആണ്. എൻ്റെ ആ ഒരു ബഫർ സ്പേസ് എന്ന് പറയുന്നത് $1,782. ദാറ്റ്സ് മൈ ഡ്രോ ഡൗൺ ഏരിയ. മേ ബി ഐ ക്യാൻ റിസ്ക് $500 ഫ്രം നെക്സ്റ്റ് ട്രേഡിൽ. ഞാനൊരു $500 റിസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം 1:2 പിടിക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊരു $1,000 തന്നെ എനിക്ക് ഒരു പ്രോഫിറ്റ് കിട്ടും. ജസ്റ്റ് ഒരു 2 ട്രേഡ്സ് കൊണ്ട് മേ ബി എനിക്ക് ഈ ഒരു ഫേസിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടേ ഉള്ളൂ. കാരണം ഇനി നമുക്ക് ഒരുപാട് ടൈം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവാലുവേഷനിൽ കൊടുക്കുന്നതിലും അർത്ഥമില്ല. കാരണം ഇതിൽ വരുന്ന ഒരു പ്രോഫിറ്റ് പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പം വേസ്റ്റിംഗ് മൈ 6, 10, 15 ഡേയ്സ് ഓർ 1 മന്ത് കംപ്ലീറ്റ്ലി അതിന് വേണ്ടിയിട്ട് ഞാൻ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ നെക്സ്റ്റ് ടൈമിൽ, അതായത് നെക്സ്റ്റ് ട്രേഡിൽ ഞാൻ എന്തായാലും ഒരു 1% റിസ്ക് എടുക്കാമെന്ന് കരുതാണ്. ഒരു ക്വാളിറ്റി സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ ഞാനൊരു 1% റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുക. ആ ഒരു രീതിയിൽ ഞാൻ എന്തായാലും ആ ഒരു ഇഷ്യൂ. കാരണം ഇത്രയും ദിവസവും നമ്മൾ എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ബിലോ 1% താഴെ 0.5 വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇത്ര ടൈം എടുക്കുന്നത്. ബട്ട് സ്റ്റിൽ എന്നിരുന്നാലും ആ ഒരു പ്രോഫിറ്റബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 1% ആയിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്വൈറ്റ് ബെറ്റർ. പിന്നെ ഇതൊരു ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഇവാലുവേഷനിലും ഒരുപാട് റിസ്ക് കുറച്ചിട്ട് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ ടേക്ക് ടു ടൈം. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എന്തായാലും നെക്സ്റ്റ് ട്രേഡിൽ വരുന്ന 2 ട്രേഡ്സിൽ അങ്ങ് റിസ്ക് എടുക്കാമെന്ന് കരുതുവാണ്. കാരണം നമുക്കിനി 1,500 കൂടെ വേണ്ടിയുള്ളൂ. കാരണം ഇതും കഴിഞ്ഞിട്ട് വേണം അടുത്ത ഇതിന്റെ ഫണ്ടിങ് കിട്ടിയിട്ട് വേണം അതിൽ നമ്മളൊരു 6% എടുത്തിട്ട് വേണം, 6 to 5% എടുത്തിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ പേ ഔട്ട് അടിക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു അപ്രോച്ചിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. നല്ല രീതിയിൽ സമയം എടുക്കും, കൺസിസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. ഇനി എന്തായാലും ബ്രേക്ക് ഈവൻ ആക്കേണ്ടത് ബ്രേക്ക് ഈവൻ ആക്കി ഞാൻ ആ ഒരു ട്രേഡ് ചെയ്യുന്ന കോസ്റ്റ് ആയിട്ട് എക്സിറ്റ് ആയി. ചെറിയൊരു $7 എനിക്കൊരു ചെറിയൊരു പ്രോഫിറ്റ് ചെയ്ത് എനിക്ക് എക്സിറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും 6th ഡേന്റെ ലണ്ടൻ ട്രേഡാണ്. നമ്മുടെ സീരീസിന്റെ ഫസ്റ്റ് ലണ്ടൻ ട്രേഡാണ്. അത് നമ്മുടെ ബ്രേക്ക് ഈവൻ എന്നുള്ള രീതിയിൽ ആ ഒരു ട്രേഡ് നമ്മൾ
ഹിറ്റ് ചെയ്തു. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു TPന്റെ ആ ഒരു 2 പോയിന്റിനെ ആ ഒരു ജസ്റ്റ് ഒരു 2 പോയിന്റും കൂടെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഡാം ഷുവർ അതൊരു TP ആയിരുന്നു. ലണ്ടന്റെ ഫസ്റ്റ് ട്രേഡ് TP എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു സീരീസ് നമ്മൾ എടുക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഈസ് മാർക്കറ്റ്. കാരണം TPന്റെ അറ്റത്ത് വരെ എത്തിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു തരും. ഇതെനിക്ക് ഫസ്റ്റ് ടൈം ഒന്നും അല്ല, ഒരുപാട് നാളായിട്ടും ഒരുപാട് ആ ഒരു എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഇത് സ്വാഭാവികമാണ്. ഇനിയിപ്പോൾ മാർക്കറ്റിന് ഇത് ഈ ഒരു സോണിൽ ഒന്നുകൂടെ റീമെറ്റിക്കേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൈസിൽ കീ ലെവൽ ഒന്നുകൂടെ എടുത്തിട്ട് പ്രൈസിന് താഴേക്ക് വന്നിട്ട് നമ്മൾ TP അടിക്കാം. ബട്ട് ഐ എം നോട്ട് എൻട്രിങ് നെക്സ്റ്റ് ട്രേഡ്. ഇനിയിപ്പം ഞാൻ എന്തായാലും ട്രേഡ് ഒന്നും എടുക്കുന്നില്ല. ഇനിയിപ്പം ന്യൂയോർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, കാരണം ഇന്നത്തെ ഒരു ഓവറോൾ പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി എന്തായാലും നോക്കാം. നമുക്കിനി അടുത്ത നല്ല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഐ വിൽ ഷെയർ ആൻഡ് ലൈവ് എക്സിക്യൂഷൻസ് തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുക. എല്ലാ എക്സിക്യൂഷൻസും റെക്കോർഡഡ് ആയിരിക്കും. എക്സാക്ട്ലി ഞാൻ എന്താണോ പറഞ്ഞത് അത് എക്സാക്ട്ലി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ ടേക്ക് ഔട്ട് ചെയ്തു, നേരെ ടാർഗറ്റിലേക്ക് പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ട്രേഡ് ബ്രേക്ക് ഈവൻ വെച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു SL കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ട്രേഡ് TP അടിക്കുന്ന ഏകദേശം ഒരു 5 hours and 30 minutes എടുത്തേനെ. ബട്ട് ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാനായിട്ട് 3 hours and 50 minutes എക്സ്ട്രാ ഒരു 2 hours and 2.5 hours കൂടെ എടുത്ത് 2 and 15 minutes എടുത്തിട്ടാണ് ആ ഒരു TP അടിച്ചത്. ഈ ഒരു 8 o'clock ഈ ഒരു ടൈമിലാണ് നമ്മുടെ ന്യൂയോർക്കിന് കിൽസോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കിൽസോൺ വോളറ്റിലിറ്റിയിൽ പോയിട്ട് ആ TP അങ്ങ് എടുത്തു. ഇന്നത്തെ കംപ്ലീറ്റ് ഡേ 6 ഒഫീഷ്യലി ബ്രേക്ക് ഈവൻ ഡേ ആയിട്ട് വൈൻഡപ്പ് ആയേക്കാണ്. ടുഡേ നോട്ട് ട്രേഡിംഗ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഡേ 7 നമുക്ക് ഇനി മീറ്റ് ചെയ്യാം. സോ അതുവരേക്കും ബൈ.